ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ടവരെ, ഞാൻ ഫിബില പത്തനംതിട്ട. ഏവർക്കും ഹെവൻലി സ്റ്റാർസ് കുടുംബത്തിന്റെ ക്രിസ്തുമസ് ആശംസകൾ. ഈ ലോകം മുഴുവൻ ഒന്നടങ്കം ആഘോഷിക്കുന്ന ഒരു സുദിനമാണ് ക്രിസ്മസ്. ഈ ദിവസത്തിന്റെ പ്രത്യേകത നമുക്ക് ഏവർക്കും അറിയാം. അതായത് ലോകരക്ഷകനായ ക്രിസ്തുദേവന്റെ ജനനാഘോഷം. ക്രിസ്മസ് എന്ന് പറയുന്നത് കേവലം ഒരു ആഘോഷം മാത്രമല്ല, മറിച്ച് ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സർവോപരി ഈശ്വരനോടുള്ള കടപ്പാടിൻ്റെയും ഓർമ്മപ്പെടുത്തലാണ്. രാജാതിരാജനായ ദേവപുത്രൻ തൻ്റെ സകല സ്വർഗീയ സൗഭാഗ്യങ്ങളും തൃണവൽക്കരിച്ചുകൊണ്ട് മനുഷ്യകുല നന്മയ്ക്കായി, മനുഷ്യൻ്റെ രക്ഷയ്ക്കായി ഒരു കാലിത്തൊഴുത്തിൽ പിറവിയെടുത്തു. ഭൗതിക സുഖങ്ങളുടെ പിന്നാലെ പായുന്ന ഈ ആധുനിക ലോകത്തിൽ ആത്മീയതയുടെ ഈറ്റിലമെന്ന് പുളകം കൊള്ളുന്ന ഭാരതത്തിൽ പോലും, എന്തിന് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് അഭിമാനിക്കുന്ന കേരളത്തിൽ പോലും ഇന്ന് ആത്മീയത അന്ത്യശ്വാസം വലിക്കുന്നു. ഈ സന്ദർഭത്തിലാണ് നാം ക്രിസ്മസ് ആഘോഷിക്കുന്നത് എന്ന് ഓർക്കണം. ഈ ക്രിസ്മസ് ദിനത്തിൽ സ്നേഹത്തിൻ്റെ മഹത്വം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നാം അന്യോന്യം സ്നേഹിക്കണമെന്നും നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നും പഠിപ്പിച്ച ക്രിസ്തുദേവന്റെ ജനനം ആഘോഷിക്കുമ്പോൾ നമുക്കും പരസ്പരം സ്നേഹിക്കുവാൻ കഴിയണം. എങ്ങനെയാണ് നാം സ്നേഹിക്കേണ്ടത്? ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ നമുക്കും സ്നേഹിക്കുവാൻ കഴിയണം. മനുഷ്യന്റെ സ്നേഹം എന്ന് പറയുന്നത് അതിന് പരിമിതികളുണ്ട്, സാർത്ഥതയുണ്ട്. എന്നാൽ ദൈവത്തിന്റെ സ്നേഹം പരിധികളില്ലാത്ത, അളവുകളില്ലാത്ത, മരണത്തിനും അപ്പുറമുള്ളതാണ്. ഞാൻ ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ ലോകത്തിലുള്ള മനുഷ്യരെയാണ് ദൈവം സ്നേഹിച്ചത്. ആ ദൈവത്തിൻ്റെ അനന്ത സ്നേഹത്തിൻ്റെ അടയാളമാണ് കാൽവറിയിൽ സ്വപുത്രനെ നമുക്ക് വേണ്ടി യാഗമായി നൽകിയത്. കാലിത്തൊഴുത്ത് മുതൽ കാൽവറി വരെ ആ ദിവ്യപുത്രൻ്റെ സ്നേഹത്തിൻ്റെ മാധുര്യം നുകരുവാൻ നമുക്ക് കഴിയും. കാൽവറി കുരിശിൽ മരണത്തോട് തീരുന്നതല്ല ആ സ്നേഹം. ഇന്നും നമുക്കൊപ്പമായിരുന്നു കൊണ്ട്, നമുക്കൊപ്പം ജീവിച്ചുകൊണ്ട് നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തിൻ്റെ തിരുപ്പിറവി നമ്മൾ ആഘോഷിക്കുമ്പോൾ നമുക്കും പരസ്പരം സ്നേഹിക്കുവാൻ കഴിയണം. മറ്റുള്ളവരുടെ നന്മയ്ക്കായി ചെറിയ ചെറിയ ത്യാഗങ്ങൾ നാം ചെയ്യണം. സ്നേഹമെന്ന് പറയുന്നത് ആത്മാവിൻ്റെ ഫലമാണ്. അത് ദൈവത്തിൽ നിന്ന് ആരംഭിച്ച് നമ്മിലൂടെ മറ്റുള്ളവരിലേക്ക് പടർന്നൊഴുകേണ്ടതാണ്. ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് ഒരു ജനവിഭാഗത്തിനു വേണ്ടി മാത്രമല്ല, സകല ജനത്തിനു വേണ്ടിയാണ്. ആട്ടിടയർക്ക് പ്രത്യക്ഷപ്പെട്ട മാലാഖ ഇപ്രകാരം പറയുന്നുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 10-11 തിരുവചനങ്ങളിൽ നാം ഇപ്രകാരം കാണുന്നു: ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് സകല ജനത്തിനു വേണ്ടിയാണെന്നുള്ളതിന്റെ തെളിവാണ് മാലാഖയുടെ ഈ ഒരു സന്ദേശം. ക്രിസ്തു ഈ ലോകത്തിലേക്ക് വരുമ്പോൾ രക്ഷകന്റെ പിറവിയുടെ വെളിപ്പെടുത്തൽ ആദ്യം ലഭിക്കുന്നത് ആട്ടിടയർക്കാണ്. ആട്ടിടയർ എന്ന് പറയുമ്പോൾ സാധാരണക്കാരായ മനുഷ്യരാണ്. സമൂഹത്തിൽ ദരിദ്രാവസ്ഥയിൽ താഴേക്കിടയിൽ കഴിയുന്നവരാണ്. അവരിലേക്കാണ് ക്രിസ്തുവിന്റെ ജനന വാർത്ത ആദ്യം എത്തുന്നത്. അതേസമയം തന്നെ സമൂഹത്തിൽ ഉന്നത സ്ഥാനം വഹിക്കുന്ന ജ്ഞാനികളിലേക്കും രക്ഷകന്റെ തിരുപ്പിറവിയുടെ വെളിപ്പെടുത്തൽ എത്തുന്നുണ്ട്. ഉയർന്നവരെയും താഴ്ന്നവരെയും ഒരേപോലെ സ്നേഹിക്കുന്ന ദൈവം, നീതിമാന്മാർക്കും പാപികൾക്കും തൻ്റെ ഹൃദയത്തിൽ ഇടം കൊടുക്കുന്ന ഒരു ദൈവം. ആ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വന്നു പിറക്കണമെങ്കിൽ നമ്മുടെ സഹോദരരുടെ തെറ്റുകൾ നാം ക്ഷമിക്കുകയും അവരുടെ കുറവുകളിൽ, ബലഹീനതകളിൽ അവരെ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുകയും വേണം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ മാലാഖമാർ പാടി സ്തുതിക്കുന്നുണ്ട്: അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. മറ്റുള്ളവരിൽ ഈശോയെ കണ്ടുകൊണ്ട് അവരെ സ്നേഹിക്കുമ്പോഴാണ് ദൈവകൃപയിലൂടെയുള്ള സമാധാനം നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളിൽ വന്നു നിറയുന്നത്. ക്രിസ്മസ് എപ്പോഴാണ് ഒരു ആഘോഷമായി മാറുന്നത്? നമുക്കറിയാം. എല്ലാവരും എങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷിക്കാറുള്ളത്? കുട്ടികൾ പടക്കം പൊട്ടിച്ചും പൂത്തിരി കത്തിച്ചും ആഘോഷിക്കുന്നു. ക്രിസ്മസ് ട്രീകൾ അലങ്കരിക്കുന്നു. അതുപോലെ തന്നെ പുൽക്കൂടുകൾ ഉണ്ടാക്കി അതിൽ ഉണ്ണീശോയുടെ രൂപം പ്രതിഷ്ഠിക്കുന്നു. യഥാർത്ഥത്തിൽ ഉണ്ണീശോയുടെ രൂപം പ്രതിഷ്ഠിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലാണ്. എല്ലാ വീടുകളും സ്ഥാപനങ്ങളുമൊക്കെ നമ്മൾ നക്ഷത്ര വിളക്കുകൾ തൂക്കി അലങ്കരിക്കാറുണ്ട്. ഇരുട്ടിൽ തപ്പിത്തടയുന്ന മാനവകുലത്തിന് കേവലം പേപ്പർ നക്ഷത്രങ്ങളല്ല ആവശ്യം, മറിച്ച് ഒരുവനെ യഥാർത്ഥ മാനുഷിക നന്മയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുവാൻ കെൽപ്പുള്ള പ്രകാശഗോളങ്ങളായ മനുഷ്യ മനസ്സുകളാണ്.
അത്തരം പ്രകാശഗോളങ്ങളായിരിക്കണം നാം ഓരോരുത്തരും. ഗ്രഹങ്ങളും നക്ഷത്രവും തമ്മിലുള്ള വ്യത്യാസം നമുക്കേവർക്കും അറിയാം. ഗ്രഹങ്ങൾക്ക് സ്വയം പ്രകാശിക്കുവാൻ കഴിയില്ല, എന്നാൽ നക്ഷത്രങ്ങൾക്ക് സ്വയം പ്രകാശിക്കുവാൻ കഴിയും. സ്വയം പ്രകാശിക്കുന്നതോടൊപ്പം അവ ഉൾക്കൊള്ളുന്ന സമൂഹത്തിന് പ്രകാശം പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. സ്വയം ഉരുവിക്കൊണ്ട് എത്ര ഉന്നതമായ കർത്തവ്യമാണ് നക്ഷത്രങ്ങൾ നിർവഹിക്കുന്നത്. ക്രിസ്മസ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഗ്രഹിക്കുവാൻ നാം പ്രാപ്തരാണ്. നാം ഓരോരുത്തരും സ്വയം പ്രകാശിക്കുകയും അന്യർക്ക് പ്രകാശം പ്രദാനം ചെയ്യുകയും ചെയ്യുമ്പോൾ ഉണ്ണീശോയ്ക്ക് പിറക്കാനുള്ള പുൽക്കൂടുകളായി നമ്മുടെ ഹൃദയങ്ങൾ മാറും. ഈ സമയം നാം എടുക്കേണ്ട സുപ്രധാനമായ തീരുമാനം ഇത്തരം നക്ഷത്രത്തെ പോലെ ആയിത്തീരുക എന്നതായിരിക്കട്ടെ. നക്ഷത്രത്തിന്റെ 5 അരക്കാലുകൾ ആർഷഭാരത സംസ്കാര വീക്ഷണത്തിന്റെ ഭാഗമായ പഞ്ചഭൂതങ്ങളെ സൂചിപ്പിക്കുമ്പോൾ നമുക്ക് പറയുവാൻ കഴിയണം, പഞ്ചഭൂതങ്ങളിലും പ്രകാശം പരത്തുവാൻ കഴിയുന്നവരാണ് നാം എന്ന്. ഒരു നക്ഷത്രത്തെ പോലെ പ്രശോഭിക്കുമ്പോൾ നാം ഓർക്കേണ്ട മറ്റൊരു വലിയ സത്യമുണ്ട്. സകല നക്ഷത്രങ്ങളുടെയും ഈ പ്രപഞ്ചത്തിൻ്റെയും പ്രജാപതിയായ നാഥൻ പിറന്നു വീണത് ഒരു കാലിത്തൊഴുത്തിലാണെന്ന സത്യം സ്വയം താഴ്ത്തപ്പെട്ടതിൻ്റെ ഉത്തമ ഉദാഹരണം. സൂര്യനെ പോലെ ജ്വലിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു നക്ഷത്രത്തെ പോലെ ജ്വലിക്കുമ്പോൾ വിനയമുള്ളവരായിരിക്കണം. ഈ പ്രകൃതിയിൽ തന്നെ ഈ വിനയത്തിൻ്റെ അടയാളങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു മാവ് അതിൻ്റെ ശിഖരങ്ങളൊക്കെ ഉയർത്തി വളരെ അഭിമാനത്തോട് നിൽക്കുമ്പോഴും അതിൽ ഫലങ്ങൾ ഉണ്ടാകുമ്പോൾ, മാങ്ങകൾ പഴുത്തു പാകമാകുമ്പോൾ അതിൻ്റെ ശിഖരങ്ങളൊക്കെ താഴ്ത്തി അത് വിനയത്തോട് നിൽക്കാറുണ്ട്. അപ്രകാരം നമ്മുടെ ജീവിതത്തിൽ നേട്ടങ്ങളുണ്ടാകുമ്പോൾ, ഉയർച്ചകളുണ്ടാകുമ്പോൾ, അനുഗ്രഹങ്ങളുണ്ടാകുമ്പോൾ, ദൈവം ധാരാളം കഴിവുകൾ നമുക്ക് നൽകുമ്പോൾ നമ്മളും വിനയമുള്ളവരായിരിക്കണം. സ്വയം താഴ്ത്തപ്പെടുവാൻ നമുക്ക് സാധിക്കണം. ദൈവപ്രസാദമുള്ള പ്രവർത്തികൾ നാം ചെയ്യണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രിസ്മസ് ഒരു ആഘോഷമായി മാറുന്നത്. അപ്രകാരം ഒരു നക്ഷത്രത്തെ പോലെ ജ്വലിക്കുവാൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉണ്ണീശോ അതിനെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മ അതിന് സഹായിക്കട്ടെ. കാലിത്തൊഴുത്തു മുതൽ കാൽവറി വരെ ഈശോയോട് കൂടെയായിരുന്ന അമ്മയോട് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. അമ്മേ, ഉണ്ണീശോയെ സ്നേഹിച്ചതുപോലെ ഞങ്ങളെയും സ്നേഹിക്കണമേ. ഉണ്ണീശോയെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പഠിപ്പിക്കണമേ. ഉണ്ണീശോയെ ചേർത്ത് വെച്ച ആ മാറോട് ഞങ്ങളെയും ചേർത്ത് വെക്കണമേ. നമ്മുടെ ജീവിത അവസാനം വരെ ഈ അമ്മയുടെ കരം പിടിച്ച് ഈശോയുടെ സ്നേഹത്തിലേക്ക്, ഈശോയിലേക്ക് നമുക്ക് പറന്നുയരാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഉണ്ണീശോയുടെ തിരുപ്പിറവിയുടെ മംഗളങ്ങൾ നേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.